ChatGPTയുടെ ഈ പുതിയ ഇമേജ് ജനറേഷൻ അപ്ഡേറ്റ് നിങ്ങൾ വിചാരിക്കുന്നതിലും പവർഫുൾ ആണ്. ഈ ഗിബ്ലി ഇമേജസ് ഉണ്ടാക്കാൻ മാത്രമല്ല കുറേ യൂസ്ഫുൾ കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ അങ്ങനത്തെ 25 ChatGPT യൂസ് കേസസ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ടി ഒരു പേഴ്സണൽ ഗ്രാഫിക് ഡിസൈനറാണ് ഈ ChatGPT. അത്രയും പവർഫുൾ ആണ് ഈ മോഡൽ. എല്ലാവരുടെയും വർക്ക് ഫ്ലോയിലോട്ട് ഈ ChatGPT ആഡ് ചെയ്യുന്ന സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് റാൻഡം പ്രോംസ് അല്ല, നിങ്ങളുടെ വർക്ക് ഫ്ലോയിലോട്ട് ലിറ്ററലി കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുൾ യൂസ് കേസസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂസ് കേസിലോട്ട് പോകാം. ChatGPTയിലെ GPT-4 ഇമേജ് ജനറേഷൻ യൂസ് ചെയ്യാണ് നമ്മളിത് ഫുൾ ചെയ്യുന്നത്. അത് നിങ്ങളിങ്ങനെ ആ മോഡൽ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ഇമേജ് കൊടുക്കുക. ഈ പുതിയ മോഡൽ വെച്ച് നമുക്ക് ട്രാൻസ്പെറൻറ്റ് PNG ഇമേജസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുകൊണ്ട് മൾട്ടിപ്പിൾ യൂസ് കേസ് ഉണ്ട്. ഒന്നീ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള PNG സ്ക്രാച്ച് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാനൊരു വാർണിംഗ് സൈൻ ബോർഡാണ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ഇമേജ് കിട്ടും. നമുക്ക് എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഈ മോഡൽ അത് ആഡ് ചെയ്ത് തരും. നെക്സ്റ്റ് യൂസ് കേസ് നമുക്ക് ഒരു ഇമേജിൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ അതിനിത് യൂസ് ചെയ്യാം. എക്സാമ്പിൾ എനിക്ക് ഈ മിസ്റ്റർ ബീസിൻ്റെ തമ്മിലിൽ നിന്ന് ഈ ലംബോർഗിനി മാത്രം വേണം PNG ആയിട്ട്. അപ്പോൾ ജസ്റ്റ് ആ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ഇതുപോലൊരു പ്രോംപ്റ്റ് കൊടുക്കുക. നമുക്ക് ആ സെയിം ലംബോർഗിനി PNG ആയിട്ടിട്ട് ആ മെയിൻ ഇമേജിലെ ആ വെള്ളം വർക്ക് അതേപോലെ തന്നെ ഈ PNGയിലും ഉണ്ട്. അടുത്ത യൂസ് കേസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു PNGയുടെ റെഫറൻസ് ഇമേജ് ഉണ്ട്, അത് റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത് വെച്ച് ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, അപ്ലോഡ് ചെയ്യുക, PNG ആയിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറയുക. സെയിം സാധനം നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് കിട്ടും, PNG ആയി. പ്രൊഡക്റ്റ് ഷോട്ട്സ്. ഇനി അടുത്ത യൂസ് കേസാണ് പ്രൊഡക്റ്റ് ഷോട്ട്സ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതുപോലുള്ള പ്രൊഡക്റ്റ് ഷോട്ട്സ് ഈ മോഡലിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഇടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനോ എന്തിനു വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഇമേജ് അപ്ലോഡ് ചെയ്യണം. എനിക്ക് പ്രൊഡക്റ്റ് ഇമേജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ മിനിമലിസ്റ്റിൻ്റെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് ഇത് വെച്ച് ഞാൻ എൻ്റെ ഒരു ഫേക്ക് സ്കിൻ കെയർ ബ്രാൻഡ് ഉണ്ടാക്കാൻ പോവാണ്, മാക്സിമലിസ്റ്റ്. ഞാൻ ഇതെല്ലാം പറഞ്ഞൊരു പ്രോംപ്റ്റ് കൊടുത്തു. ഇവിടെ എൻ്റെ പ്രൊഡക്റ്റ് ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ് ഷോട്ട്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഈ പ്രൊഡക്റ്റിനെ എവിടെ പ്ലേസ് ചെയ്താണ് ഫോട്ടോ എടുക്കേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ ബ്രാൻഡിൻ്റെ പേര് മാക്സിമലിസ്റ്റ് ആണ്. ഒരു മാക്സിമലിസ്റ്റ് ടീമിലുള്ള ഒരു ഫോട്ടോ ആണ് എനിക്ക് വേണ്ടത്. അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. പ്രോംപ്റ്റ് കൊടുത്ത പോലെ ഒരു സ്ഥലത്ത് നമ്മുടെ സെയിം പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ള ഇമേജ് കിട്ടി. ഇനി നമുക്ക് വേറെ കുറച്ച് ഷോട്ട്സ് ഉണ്ടാക്കി നോക്കാം. മാക്സിമലിസ്റ്റ് ലുക്കുള്ള വേറൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സെയിം ഇമേജാണ് ഈ മോഡൽ ജനറേറ്റ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ടെക്സ്റ്റിൽ പോലും മാറ്റം കാണില്ല. നമുക്കിനി ഒരു നോർമൽ പ്രൊഡക്റ്റ് ഷോട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വേറെ ആരും വലുതായി യൂസ് ചെയ്യാത്ത കാര്യമാണ്, നമുക്ക് ഈ ഇമേജിൽ ഓരോ പാട്ടും എഡിറ്റ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഈ ടെക്സ്റ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റിമൂവ് ചെയ്യേണ്ട സ്ഥലം സെലക്ട് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യാൻ ജസ്റ്റ് പറയുക. ഇതുപോലെ സെയിം ഇമേജിൽ ആ പാട്ട് റിമൂവ് ആയി കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് ഇതുപോലെ എവിടെ വെച്ച് വേണമെങ്കിലും ഷോർട്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ടീഷർട്ട് ഡിസൈൻ. ChatGPT യൂസ് ചെയ്ത് നമുക്ക് ടീഷർട്ട് ഡിസൈൻസ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എന്തൊക്കെയാണ് ഡിസൈൻ വേണമെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി, GPT ജനറേറ്റ് ചെയ്ത് തരും. നമുക്കൊരു ടീഷർട്ട് ഡിസൈൻ ചെയ്ത് നോക്കാം. എനിക്ക് മലയാളി എന്ന് എഴുതിയൊരു ടീഷർട്ട് ഡിസൈനാണ് വേണ്ടത്. അതിൻ്റെ അടുത്ത് കുറച്ച് ബോട്ടും തെങ്ങും കഥകളെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു നല്ല ഡിസൈൻ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. ഈ മേളത്തെ തെങ്ങ് കട്ടായത് ഒഴിച്ചാൽ വേറെ സീനില്ല. ഇപ്പോൾ ChatGPT ഉള്ളൊരു പ്രശ്നമാണ് ഈ കട്ടൗട്ട് ഇഷ്യൂ. അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് റീജനറേറ്റ് ചെയ്താൽ മതി. നമുക്കിനി ഇതൊരു ബ്ലാക്ക് ടീഷർട്ടിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. കൊള്ളാമല്ലേ? ഇപ്പോൾ ആ തെങ്ങ് കട്ടായതൊക്കെ ശരിയായിട്ടുണ്ട്. ഈ ഡിസൈനൊക്കെ നമുക്ക് PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അപ്സ്കെയിൽ ചെയ്യണമെങ്കിൽ മാഗ്നിഫിക്കോ അല്ലെ ടൊപ്പാസിൻ്റെ ഗിഗാ പിക്സലോ ഒക്കെ യൂസ് ചെയ്ത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. യൂട്യൂബ് തംബ്നെയിൽസ് ഇപ്പോൾ ഇത് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ വീഡിയോയിലെ തംബ്നെയിൽ അസറ്റ്സ് ഉണ്ടാക്കിയെടുത്തത് GPT-4 യൂസ് ചെയ്താണ്. കുറേ ആൾക്കാർ ഇതുപോലെ ജസ്റ്റ് ഒരു സ്കെച്ചിൽ നിന്ന് തംബ്നെയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി കുറേ മണിക്കൂർ തംബ്നെയിൽ ഡിസൈൻ ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിങ്ങളുടെ തംബ്നെയിൽ ഡിസൈൻ വർക്ക് ഫ്ലോ കൊണ്ടുവന്നാൽ നിങ്ങൾ ഉറപ്പായും ഫാസ്റ്റ് ആവും. നമുക്കൊരു തംബ്നെയിൽ സ്കെച്ച് ചെയ്യുന്ന ഉണ്ടാക്കി നോക്കാം. ഈ സ്കെച്ചിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ജാക്കറ്റ് യെല്ലോ ആക്കണം, നിലത്തും ഭിത്തിയിലും എല്ലാം ജൂപ്പിറ്ററിൻ്റെ ഇമേജ് വരണം. നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ജാക്കറ്റ് എല്ലാം ആയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ സ്കെച്ചിലുണ്ടായിരുന്ന ടെക്സ്റ്റ് അതേപോലെ വന്നിട്ടുണ്ട്. നമുക്കത് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒന്നുകൂടെ റീജനറേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് നല്ലൊരു തംബ്നെയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വെച്ച് ആൾക്കാരുണ്ടാക്കിയ വേറെ കുറേ തംബ്നെയിൽ എക്സാമ്പിൾസ് നോക്കാം. റീസ്റ്റൈൽ വീഡിയോസ്. നമുക്കിപ്പോൾ ഇത് വെച്ച് വീഡിയോസ് റീസ്റ്റൈൽ ചെയ്യാം. അത് നമുക്ക് വേണ്ട സ്റ്റൈലിൽ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Like often we meet with these amazing PhD researchers, best in class in the whole world in terms of their technical understanding of a model or capability. ഇത് ഗിബ്ലി സ്റ്റൈലിലുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ്. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ നമ്മുടെ വീഡിയോയിലെ ഫസ്റ്റ് ഫ്രെയിം സേവ് ചെയ്യണം. എന്നിട്ട് ആ ഇമേജിനെ നമുക്ക് വേണ്ട സ്റ്റൈലിലോട്ട് മാറ്റിയിട്ട് ലിപ്സിങ് ചെയ്തെടുക്കണം. നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇമേജിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുത്ത വീഡിയോ ആണ്. Listen, folks, I got to tell you, there's this tremendous guy, Alex, great guy. He runs this thing called Innovate, absolutely fantastic. He's got a mission, folks, a beautiful mission. So follow Alex and let's make artificial intelligence great again. നമുക്കിതിനെ ഗിബ്ലി സ്റ്റൈൽ വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്ത് നോക്കാം.
ആദ്യമേ ഇതിൻ്റെ ഫസ്റ്റ് ഫ്രെയിം സേവ് ചെയ്യണം. അതിന് ഏതെങ്കിലും വീഡിയോ എഡിറ്ററിലോട്ട് പോവുക, ഫസ്റ്റ് ഫ്രെയിം സേവ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനെ ChatGPT ഉപയോഗിച്ച് ഗിബ്ലി സ്റ്റൈലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഏത് സ്റ്റൈലിലോട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയുടെ ഒറിജിനൽ ഓഡിയോ വേണം, അതുകൂടെ സേവ് ചെയ്യണം. അത് കഴിഞ്ഞ് ജനറേറ്റ് ചെയ്ത ഇമേജും ആ ഓഡിയോ കൊണ്ട് നമ്മൾ ഹെഡ്രോൾ ലാബ്സിലോട്ട് പോവുക. ഇവിടെയാണ് നമ്മൾ ലിപ്സിങ്ക് ചെയ്ത് വീഡിയോ ഉണ്ടാക്കുന്നത്. ഇവർക്കുണ്ടായ ഇമേജും ഓഡിയോ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ജനറേറ്റ് കൊടുക്കുക. ലിപ്സിങ്ക് ചെയ്യാനായിട്ടുള്ളതിൽ ഇപ്പോൾ ഉള്ളൊരു നല്ല മോഡലാണിത്. വേറൊരു മോഡലും കൂടെ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുണ്ട്, ഡ്രീമിന. അത് വെച്ചാണ് ഞാൻ ആദ്യമേ കാണിച്ച ആ ട്രംപിൻ്റെ വീഡിയോ ഉണ്ടാക്കിയെടുത്തത്. ഇവിടെ നമുക്ക് ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. Listen, folks, I gotta tell you, there's this tremendous guy, Alex. Great guy. ഈ ഹെഡ്രോൾ ലാബ്സിൻ്റെ ഫ്രീ വേർഷനിൽ ലോഗോ വരും. അത് കളയാണ്ട് ഏതെങ്കിലും വീഡിയോ വാട്ടർമാർക്ക് റിമൂവ് പോയാൽ മതി. 3D നമുക്ക് ChatGPT യൂസ് ചെയ്ത് ഇതുപോലത്തെ 3D അവതാർസ്, 3D ലോഗോ, 3D ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യമേ 3D ക്യാരക്ടർ ഉണ്ടാക്കി നോക്കാം. എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു 3D മോഡൽ ഉണ്ടാക്കാനായിട്ടാണ്. നമുക്ക് ആദ്യമേ ഇതിൻ്റെ പ്രോംപ്റ്റ് കോപ്പി ചെയ്യണം, എന്നിട്ട് ഒരു ബേസ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ നമ്മുടെ ബേസ് ഇമേജ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3D ക്യാരക്ടർ ഇമേജ് ഉണ്ടാക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ സൈഡിലുള്ള 3D സ്റ്റീഫൻ നെടുമ്പുള്ളി ഉണ്ടാക്കാനാണ്. നമുക്ക് ആദ്യമേ സ്റ്റീഫൻ നെടുമ്പുള്ളിയുടെ ഒരു ഇമേജ് കൊടുക്കാം, എന്നിട്ട് ഈ സെല്ല് ജനറേറ്റ് ചെയ്യാൻ പറയാം. ഇവിടെ നമുക്ക് അതേ സെല്ലിലൊരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ട്രിപ്പോ 3Dയിലോട്ട് പോകാം. ഇവിടെയാണ് നമ്മൾ ഈ ഇമേജിനെ 3Dയിലോട്ട് മാറ്റുന്നത്. ഇവിടെ ജസ്റ്റ് ആ ഇമേജ് അപ്ലോഡ് ചെയ്യുക, ജനറേറ്റ് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ 3D മോഡിൽ കിട്ടും. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും 3D സോഫ്റ്റ്വെയർ കൊണ്ടിട്ട് വീഡിയോ ആക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ 3D അവതാർസിനെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എനിക്ക് ഇങ്ങനത്തെ സ്റ്റൈലിലൊരു അവതാറാണ് വേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ പ്രോംപ്റ്റൊക്കെ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. സെയിം സ്റ്റീഫിനെ നമുക്ക് 3D അവതാറാക്കാം. ഈ വീഡിയോ യൂസ് ചെയ്യുന്ന പ്രോംപ്റ്റ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്കൊരു 3D അവതാർ ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. നമുക്കിത് വേറെ സ്റ്റൈലിലുള്ള കുറച്ച് 3D അവതാർസ് നോക്കാം. ഇതിൻ്റെ എല്ലാം പ്രോംപ്റ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ലാസ്റ്റത്തെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത്. ഇനി നിങ്ങളുടെ ലോഗോ 3D ആക്കണമെങ്കിൽ അതിനും ChatGPT യൂസ് ചെയ്യാം. ഇതുപോലത്തെ 3D ലോഗോസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനാദ്യമേ നമ്മൾ എന്ത് മെറ്റീരിയലാണ് വേണ്ടത് സെലക്ട് ചെയ്യണം. അതിന് ബ്ലെൻഡർ കിറ്റ് പോലത്തെ സൈറ്റിലോട്ട് പോവുക. അതിൻ്റെ ഏത് മെറ്റീരിയലാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ChatGPTയോട് പോയിട്ട് അതും നമ്മുടെ ഈ ലോഗോ അപ്ലോഡ് ചെയ്തിട്ട് ഈ പ്രോംപ്റ്റ് കൊടുക്കുക. നമ്മുടെ 3D ലോഗോ സെറ്റായിട്ടുണ്ട്. ഞാനിവിടെ വേറൊരു മെറ്റീരിയൽ വെച്ചും 3D ലോഗോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻറ്റീരിയർ ഡിസൈൻ. ChatGPT ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈൻ നന്നായി ചെയ്യും. ഇത് റെഡിറ്റ് വന്നൊരു പോസ്റ്റാണ്. പുള്ളിക്ക് അവിടെ ഒരു ഔട്ട്ഡോർ കിച്ചനും സ്ലാബും ഒക്കെ പണിയണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസൈന് വേണ്ടി ചുമ്മാ ഇങ്ങനെ സ്കെച്ച് ചെയ്തിട്ട് GPT കൊടുത്തു. GPT ആ പ്ലേസിന് പറ്റിയ കുറച്ച് ഡിസൈൻസ് ജനറേറ്റ് ചെയ്ത് കൊടുത്തു. ChatGPT ജനറേറ്റ് ചെയ്ത കുറച്ച് ഇൻറ്റീരിയർ ഡിസൈൻ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. I used AI to go from this to this. Let me show you how. So I took this photo of my living room in its current state and I uploaded it to the newest ChatGPT image model and I said, please remove all of the junk and furniture from this room. And then I got this. Here's the side by side so you can see just exactly how insanely accurate this is. Down to the lighting, the size of the windows, all the dimensions of the room. It's perfect. Then I whipped out a basic paintbrush tool in the preview app and I drew some outlines on the floor of where I wanted some furniture to go. I re-uploaded that photo and explained exactly what furniture I wanted on all of the lines. And this is what I got. A perfectly sized 3D model of exactly what it would look like to put furniture in my actual apartment. And I just keep tweaking the prompt until I get the exact design style I'm looking for. ഇതിലൊന്നും കോംപ്ലക്സ് പ്രോംപ്റ്റിംഗ് ഇല്ല. റൂമിൻ്റെ ഇമേജ് കൊടുത്തിട്ട് സിമ്പിൾ ലാംഗ്വേജ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഇൻഫോഗ്രാഫിക്സ്. GPT-4 ഇമേജിൽ ടെക്സ്റ്റ് നല്ല ആക്യുറേറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതുപോലത്തെ ഇൻഫോഗ്രാഫിക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു ഫുഡ് റെസിപ്പി ഇൻഫോഗ്രാഫിക്സ് ആണ്. നമുക്ക് കുറച്ച് ഇൻഫോഗ്രാഫിക്സ് ഉണ്ടാക്കി നോക്കാം. ഞാൻ ആദ്യമേ എങ്ങനെയാണ് UPA വർക്ക് ചെയ്യുന്നത് പറഞ്ഞൊരു ഇൻഫോഗ്രാഫിക്സ് ഉണ്ടാക്കി. ഇതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു ഫുഡ് റെസിപ്പി ഇൻഫോഗ്രാഫിക്സ് ആണ്. ഈ പ്രോംപ്റ്റ് യൂസ് ചെയ്താണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് ഇതുപോലെ ഒന്ന് ബിരിയാണിക്ക് വേണ്ടി ഉണ്ടാക്കി നോക്കാം. ഞാൻ ഈ പ്രോംപ്റ്റിൽ ജസ്റ്റ് ബിരിയാണി മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതേ സൈഡിലുള്ളൊരു ഫുഡ് റെസിപ്പി ഇൻഫോഗ്രാഫിക്സ് നമുക്ക് കിട്ടും. വെബ്സൈറ്റ് ഡിസൈൻസ്. വെബ്സൈറ്റ് ഡിസൈൻ മോക്കപ്സ് ഇപ്പോൾ ആൾക്കാർ GPT വെച്ചുണ്ടാക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് വെബ്സൈറ്റ് ഡിസൈൻസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് നമ്മുടെ മാക്സിമലിസ്റ്റ് സ്കിൻ കെയർ ബ്രാൻഡിന് വേണ്ടി ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് നോക്കാം. ആദ്യമേ ആ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴേക്കും എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ബേസിക് ഡിസൈൻ കിട്ടി. ഇച്ചിലൂടെ ബെറ്റർ ആക്കാൻ പറഞ്ഞപ്പോൾ അതെനിക്ക് ഈ ഡിസൈൻ തന്നു. അതിൻ്റെ ഇതിനെ 2050 വെബ്സൈറ്റ് ആക്കി ഡിസൈൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയൊരു റിസൾട്ട് കിട്ടി. അടുത്ത ഞാൻ പഴയ കാലത്ത് ഉള്ള ഒരു വെബ്സൈറ്റ് പോലെ ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയാണ് ഇത്. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും റിയൽ വെബ്സൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് ലവബിളോ V0 പോലത്തെ സൈറ്റ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങളൊരു വെബ് ഡിസൈനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഐഡിയേഷൻ ചെയ്യാനായിട്ട് ഇത് നിങ്ങളുടെ വർക്ക് ഫ്ലോയിലോട്ട് ആഡാക്കാം. ChatGPTയുടെ ഒരു മെയിൻ വൈറൽ യൂസ് കേസാണ് ആഡ് ഇമേജസ്. ആൾക്കാർ ഇത് വെച്ച് ഈസിയായി അവരുടെ പ്രൊഡക്റ്റിന് വേണ്ടി
ആഡ് ഇമേജസ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ ആർട്സ് നോക്കാം. 3 രീതിയിൽ നമുക്ക് ആർട്സ് ഉണ്ടാക്കിയെടുക്കാം. ഒന്നുകിൽ ബേസിക് പ്രോംപ്റ്റ് നിന്ന് ഉണ്ടാക്കിയെടുക്കാം, അല്ലെ ജെയ്സൺ പ്രോംപ്റ്റ് യൂസ് ചെയ്ത്, അല്ലെ പിന്നെ ഒരു റെഫറൻസ് ഇമേജ് യൂസ് ചെയ്ത്. നമുക്ക് ആദ്യമേ ഒരു ബേസിക് പ്രോംപ്റ്റ് വെച്ച് ആഡ് ഉണ്ടാക്കാം. ഞാൻ ഒരു ഹെയർ കെയർ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു, കരടിനെ. അപ്പോൾ അതിൻ്റെ ആഡിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ഒരു ആഡ് കിട്ടി. കുഴപ്പമില്ല, പക്ഷേ ഇമ്പ്രൂവ് ചെയ്യാണ്ടുണ്ട്. പിന്നെയും പ്രോംപ്റ്റ് ചെയ്ത് ഇത് ഇമ്പ്രൂവ് ചെയ്യിക്കാവുന്നേ ഉള്ളൂ. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ജെയ്സൺ പ്രോംപ്റ്റ് യൂസ് ചെയ്തതാണ്. ഇതെനിക്ക് എക്സിൽ നിന്ന് കിട്ടിയൊരു പ്രോംപ്റ്റാണ്. ഇതിലെ ഈ പാർട്ട് ചേഞ്ച് ചെയ്താൽ മതി, നമുക്ക് ആഡ് കിട്ടും. ഈ ജെയ്സൺ പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലെ ടെക്സ്റ്റിലും ഫീച്ചേഴ്സിലും ഒക്കെ കുറച്ചുകൂടി കൺട്രോൾ നമുക്ക് കിട്ടും. ഇനി എങ്ങനെ ഈ ജെയ്സൺ പ്രോംപ്റ്റ് ഉണ്ടാക്കാം? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആറുണ്ടെങ്കിൽ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ട് ജെയ്സൺ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഇനി ഇതിലെ വാല്യൂസ് ചേഞ്ച് ചെയ്താൽ നമുക്ക് ഇതേ സൈഡിലുള്ള വേറെ ആഡ്സ് ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ ഹോളിക്സിൻ്റെ ഒരു ആഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് ഹോളിക്സിൻ്റെ ഒരു ഇമേജ് കൊടുത്തു, എന്നിട്ട് ജനറേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് അതേ സൈഡിലുള്ളൊരു സിമിലർ ആഡ് കിട്ടി. അടുത്ത മെത്തേഡാണ് ഡയറക്റ്റ്ലി റെഫറൻസ് ഇമേജ് വെച്ച് ആഡ് ഉണ്ടാക്കുന്നത്. നിങ്ങളാദ്യം ഫേസ്ബുക്ക് ആഡ് ലൈബ്രറി പോയി നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആഡ് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് മാത്രം മതി, നമുക്കത് റീക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഈ ഹെയർ ലോസിൻ്റെ ആഡ് റീക്രിയേറ്റ് ചെയ്യാം നമ്മുടെ കരടിനെ ബ്രാൻഡിന് വേണ്ടി. സെയിം ആഡ് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റി. ഇതിലെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. വേറൊരു ടൈപ്പ് റെഫറൻസ് ഇമേജ് ആണിത്. ഇത് ഞാൻ എക്സിൽ നിന്ന് കണ്ടാണ്. ഈ റെഫറൻസ് ഇമേജിൽ നമ്മൾ ഓരോ പാർട്ടിലും എന്തൊക്കെയാണ് വേണ്ടത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റെഫറൻസ് ഇമേജ് കൊടുത്ത് ജനറേറ്റ് ചെയ്താൽ നമ്മുടെ ആ ആഡിൽ കുറച്ചുകൂടെ കൺട്രോൾ നമുക്ക് കിട്ടും. നമുക്കിത് വെച്ച് ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. ഒരു ഫ്യൂച്ചറിസ്റ്റിക് സൺഗ്ലാസ് ബ്രാൻഡ് കണ്ണാടിക്ക് വേണ്ടി നമുക്കൊരു ആഡ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് എന്ത് വേണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ വയർ ഫ്രെയിം ആഡിലുള്ള പോലെ സിമിലർ ആഡ് കിട്ടും. ലോഗോ ഡിസൈൻ ഇപ്പോൾ ആൾക്കാർ ChatGPT വെച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ChatGPT വെച്ച് ഉണ്ടാക്കിയ കുറച്ച് ലോഗോയുടെ എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് ലോഗോ സാധാരണ പോലെ സ്ക്രാച്ചിൽ നിന്ന് വേണമെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കസ്റ്റം ജേസൺ പ്രോംപ്റ്റ് യൂസ് ചെയ്ത് ഉണ്ടാക്കാം. ഈ പ്രോംപ്റ്റിന് 4 സ്റ്റൈലുണ്ട്: സ്റ്റൈൽ 1, സ്റ്റൈൽ 2, സ്റ്റൈൽ 3, സ്റ്റൈൽ 4. ഇതിൽ ഏത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഈ പ്രോംപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ പ്രോംപ്റ്റ് ബേസ് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ലോഗോയുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഞാൻ നമ്മുടെ ആ സ്കിൻ കെയർ ബ്രാൻഡിന് വേണ്ടി ഒരു ലോഗോ ഉണ്ടാക്കി നോക്കുകയാണ്. എനിക്ക് ഇവിടെ ഒരു ലോഗോ കിട്ടി, വലിയ കുഴപ്പമില്ല. ഞാൻ പിന്നെ ഒരു കളറുള്ള ലോഗോ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഈ ബ്രാൻഡ് മെൻസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ GPT മെൻസ് സ്കിൻ കെയർ ബ്രാൻഡിന് വേണ്ടിയുള്ള ലോഗോ ക്രിയേറ്റ് ചെയ്തത്. ഇത് വലിയ കുഴപ്പമില്ല. നമുക്കിനി ഈ ലോഗോ ഒരു ഫേസ് മാസ്ക് പാക്കറ്റിൽ പ്ലേസ് ചെയ്ത് നോക്കാം. റീസ്റ്റൈൽ ഇമേജ്. ഈ ഇമേജ് റീസ്റ്റൈൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഗിബ്ലി ഇമേജ് ട്രെൻഡിൽ കണ്ട സാധനം. പക്ഷേ ആ ഒരു സ്റ്റൈൽ മാത്രമല്ല, നമുക്ക് വേറെ കുറേ സ്റ്റൈലിൽ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഇമേജിനെ സൈബർ പങ്ക് സ്റ്റൈലിലോട്ട് മാറ്റി നോക്കാം. എനിക്കിത് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. വേറെ ട്രൈ ചെയ്യാൻ പറ്റിയ സ്റ്റൈലാണ് പിക്സൽ ആർട്ട്. അതുപോലെ നമുക്ക് സൗത്ത് പാർക്ക് സ്റ്റൈല്, മൈൻക്രാഫ്റ്റ്, GTA 5 അങ്ങനെ കുറേ സ്റ്റൈലിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറേ സ്റ്റൈൽ ഇമേജസിൻ്റെ നെയിമും ഇമേജസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഐക്കൺ പാക്സ് നിങ്ങളുടെ വെബ്സൈറ്റ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് യൂസ് ചെയ്യാനോ പറ്റുന്ന ഇതുപോലത്തെ കസ്റ്റം ഐക്കൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ഡിസൈൻ ചെയ്യാൻ ഇനി മണിക്കൂറുകളൊന്നും സ്പെൻഡ് ചെയ്യണ്ട. ഇത് വെച്ച് സിമ്പിളായി ഉണ്ടാക്കാം. ഇതുപോലൊരു ഐക്കൺ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇത് ഉണ്ടാക്കാനുള്ള പ്രോംപ്റ്റാണിത്. ഇവിടെ നമുക്ക് വേണ്ട സാധനം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എനിക്കൊരു ബിറ്റ്കോയിൻ്റെ ഐക്കണാണ് വേണ്ടത്. നമുക്ക് അതേ സ്റ്റൈലുള്ള ബിറ്റ്കോയിൻ്റെ ഐക്കൺ കിട്ടിയിട്ടുണ്ട്. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റൈലിലാണ് ഇപ്പോൾ ആ ഐക്കൺ വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു റെഫറൻസ് ഇമേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഇത് വെച്ച് ഒരു ഐക്കൺ ഉണ്ടാക്കാൻ പറയാം. അതേ സ്റ്റൈലുള്ള നമ്മുടെ ഐക്കൺ ജനറേറ്റ് ചെയ്ത് തരും. മീംസ്. ChatGPTയുടെ ഇമേജ് എഡിറ്റിംഗ് കേപ്പബിലിറ്റി നല്ല പവർഫുള്ളാണ്. അതുകൊണ്ട് മീംസ് ഉണ്ടാക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഗിബ്ലി 2 ആയപ്പോഴേക്കും ഒട്ടുമിക്ക എല്ലാ മീംസും ഗിബ്ലി സ്റ്റൈലിൽ കൺവേർട്ട് ചെയ്തായിരുന്നു. അതുപോലെ നമുക്ക് മീംസിലെ ഒബ്ജക്റ്റിനെയും ക്യാരക്ടേഴ്സിനെ ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വൈറൽ മീമിലെ ക്യാരക്ടേഴ്സിനെ റോബോട്ടാക്കി എഡിറ്റ് ചെയ്യാൻ പറയാം. സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. വേറെ കുറേ പേര് അങ്ങനെ യൂസ് ചെയ്യാത്തൊരു മീമാണിത്. ഇതുപോലെ ChatGPTയെ കൊണ്ട് തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രോംപ്റ്റ്. ഞാൻ ഈ പ്രോംപ്റ്റൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ChatGPT യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലത്തെ സ്റ്റാച്യൂസ് ഉണ്ടാക്കാം. നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. ഞാൻ സെയിം ഇമേജ് തന്നെ പിന്നെയും കൊടുത്തു. നിങ്ങൾക്ക് സ്റ്റാച്ചു ആക്കേണ്ട ഇമേജും അതിൻ്റെ കൂടെ ഈ പ്രോംപ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് മോഹൻലാലിൻ്റെ ഒരു സ്റ്റാച്ചു കിട്ടിയിട്ടുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. ഫ്രെയിം ആനിമേഷൻസ്. നമുക്ക് ഇങ്ങനത്തെ ഫ്രെയിം ആനിമേഷൻസ് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനത്തെ ആനിമേഷൻസ് ഗെയിംസിലും ആപ്സിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് GPT 4 ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതാണ് പ്രോംപ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കുക.
ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷീറ്റ് കിട്ടും. ഈ ഇമേജ് നമുക്ക് ഗെയിം ഡെവലപ്പർ സ്റ്റുഡിയോ പോലത്തെ സൈറ്റിൽ പോയിട്ട് ആനിമേഷൻസ് ആക്കാം. വിൻറ്റേജ് ഫോട്ടോസ്. ChatGPT 4 വിൻറ്റേജ് ഫോട്ടോസ് നന്നായി ജനറേറ്റ് ആയി കിട്ടും. ഇത് വെച്ച് ഉണ്ടാക്കിയ കുറച്ച് വിൻറ്റേജ് ഫോട്ടോസിൻ്റെ എക്സാമ്പിൾസ് നോക്കുക. ഇതാണ് ഞാൻ ജനറേറ്റ് ചെയ്ത കുറച്ച് വിൻറ്റേജ് ഇമേജസ്. നിങ്ങളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനത്തെ ഇമേജസ് ആവശ്യം വരും. അപ്പോൾ അത് യൂസ് ചെയ്യാം. ബിസിനസ് കാർഡ്സ്. നമുക്ക് ബിസിനസ് കാർഡ് ഡിസൈൻ ചെയ്യാൻ പറ്റും GPT 4 വെച്ച്. നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. ഇതിന് വലിയ പ്രോംപ്റ്റിങ്ങിനൊന്നും ആവശ്യമില്ല. നമ്മുടെ ലോഗോയും ഡീറ്റെയിൽസും കൊടുക്കുക, ജനറേറ്റ് ചെയ്യാം. എനിക്കിവിടെ ഒരു നല്ല ഇമേജ് ജനറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആരെങ്കിലും ഹോൾഡ് ചെയ്യുന്ന ഒരു ഇമേജ് കൂടി ഉണ്ടാക്കാം. ഇതെല്ലാം നമുക്കിപ്പം മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് വേണേൽ മാഗ്നിഫിക് യൂസ് ചെയ്ത് അപ്സ്കെയിൽ ചെയ്ത് ക്വാളിറ്റി കൂട്ടാം. കസ്റ്റം മണി. ഇതുപോലത്തെ കസ്റ്റം മണി ഡിസൈൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലൊരു ഡിസൈൻ നമുക്ക് തന്നെ ഉണ്ടാക്കി നോക്കാം. ആ ഇമേജ് റെഫറൻസ് ആയി കൊടുത്തിട്ട് ഞാൻ കേരളത്തിന് വേണ്ടി ഒരു കസ്റ്റം മണി ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഫേക്ക് മണി എന്ന് പറഞ്ഞൊരു നോട്ട് ഡിസൈൻ ഇറക്കി. ക്രിയേറ്റിംഗ് ഫേക്ക് ഡോക്യുമെൻറ്റ്സ്. GPT 4 ടെക്സ്റ്റ് ആക്യുറസി കൂടുതലാണ്. ആൾക്കാരിപ്പോൾ ഇത് വെച്ച് ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു ഫേക്ക് പാസ്പോർട്ടാണ്. ഇവിടെ ഇന്ത്യൻ പാസ്പോർട്ടുണ്ട്, US പാസ്പോർട്ടിൻ്റെ ഫേക്ക് ഉണ്ട്. ഇത് രണ്ടും GPT 4 വെച്ച് ജനറേറ്റ് ചെയ്തതാണ്. രണ്ടിലും ടെക്സ്റ്റ് എല്ലാം ആക്യുറേറ്റ് ആണ്. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് എറേഴ്സ് കാണാൻ പറ്റും. പ്രോപ്പർ ചെക്കിംഗ് ഉള്ളിടത്തൊന്നും സ്കാമേഴ്സ് ഇത് യൂസ് ചെയ്യില്ല. പക്ഷേ അങ്ങനെ ചെക്കിംഗ് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ സ്കാമേഴ്സിന് ഇതൊക്കെ കാണിച്ച് നമ്മളെ പറ്റിക്കാൻ പറ്റും. ഇതൊക്കെ നേരത്തെ പോസിബിൾ ആയിരുന്നു ഫോട്ടോഷോപ്പ് വെച്ച്. പക്ഷേ ഇതിപ്പോൾ എല്ലാവർക്കും ഈസിയായി, എല്ലാവർക്കും ആക്സസിബിളായി. ഇത് വെച്ച് ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാക്കിയാണിത്. ഇതിൻ്റെ ആധാരം ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെയുണ്ട്. വേറെ പുള്ളി ഫേക്ക് പാൻ കാർഡ് ഉണ്ടാക്കിയാണിത്. ഇതൊക്കെ കാരണം ഇനി ഫേക്ക് ഐഡൻറ്റിറ്റി സ്കാംസ് കൂടി വരും. ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിരിക്കുക. ഫേക്ക് റെസീപ്റ്റ്സ്. ഇതുപോലെ തന്നെ ഫേക്ക് റെസീപ്റ്റ്സ് ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു ഫുള്ളി AI ജനറേറ്റഡ് റെസ്റ്റോറൻറ്റ് ബില്ലാണ്. ഇതിലെ ടെക്സ്റ്റ് എല്ലാം കൺട്രോളബിൾ ആണ്. നമ്മുടെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യാം. ഇതൊരു ഫ്ലൈറ്റ് ക്യാൻസൽ ആയതിൻ്റെ റെസിപ്റ്റാണ്. കുറേ എയർലൈൻസ് ഇപ്പോഴും ഇമെയിൽ സ്ക്രീൻഷോട്ട് മാത്രം പ്രൂഫായി മേടിക്കുന്നുണ്ട്, എന്നിട്ട് റീഫണ്ട് കൊടുക്കും. ആ ഏരിയയിലൊക്കെ ഇനി സ്കാമിങ് കൂടാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരു സ്ക്രീൻഷോട്ട് പോലും ഇനി വിശ്വസിക്കാൻ പറ്റില്ല. ഇത് റെൻ്റ് അടച്ചതിൻ്റെ ഒരു ഫേക്ക് സ്ക്രീൻഷോട്ട്. ഇത് ഫേക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അങ്ങനെ കുറേ ഉണ്ട്. അടുത്തത് ഫേക്ക് പ്രിസ്ക്രിപ്ഷൻസ്. GPT 4 യൂസ് ചെയ്ത ആൾക്കാർക്ക് ഇപ്പോൾ ഫേക്ക് പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ടാക്കിയെടുക്കാം. ഹാൻഡ് ടൈം ഫോൺസൊക്കെ യൂസ് ചെയ്ത് എല്ലാം റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നു. ഇതാണ് വേറൊരു എക്സാമ്പിൾ. ഓൺലൈൻ ഡ്രഗ് സ്റ്റോറായ ഫാർമസിയിൽ നിന്നൊക്കെ പ്രിസ്ക്രിപ്ഷൻ ഇമേജ് മാത്രം ഉണ്ടെങ്കിൽ മരുന്ന് കിട്ടും. അവിടെയൊക്കെ എന്തായാലും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊണ്ടുവരും. അടുത്താണ് ഡാമേജ്ഡ് പ്രൊഡക്ട്സ്. ആമസോണിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഡാമേജ് ആയെന്ന് പറഞ്ഞ് സ്കാമേഴ്സ് റീഫണ്ട് മേടിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഇമേജസൊക്കെ ഇപ്പോൾ ഈസിലി ഉണ്ടാക്കാൻ പറ്റും. ഇത് ഫുള്ളി AI ജനറേറ്റഡ് ഇമേജ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനാരെങ്കിലും പ്രോഡക്റ്റ് ഡാമേജ് ആയെന്ന് പറഞ്ഞിട്ട് റീഫണ്ട് വെച്ച് ഇമേജ് അയച്ചു ചെയ്യുന്നുണ്ടെങ്കിൽ അത് AI ജനറേറ്റഡ് അല്ലെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. നമ്മൾ ആദ്യം യൂസ്ഫുൾ ആയ കുറേ യൂസ് കേസ് നോക്കി, എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ ബിവെയർ ആയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കി. ഈ വീഡിയോയിൽ യൂസ് ചെയ്ത എല്ലാ പ്രോംപ്റ്റും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും വാല്യൂ കിട്ടിയെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.